നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യ ചാണക്യൻ. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന നീതിശാസ്ത്രം അത് രചിച്ചത് ചാണക്യനാണ്. ഇതിൽ ചില രഹസ്യങ്ങൾ നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറയാൻ പാടില്ലാത്തതായി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്ത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് ഒരു കാരണവശാലും നമ്മൾ മറ്റാരോടും പറയുവാനായി പാടുള്ളതല്ല. കാരണം നിങ്ങൾക്ക് സഹായം ചെയ്യുന്നതിനും നിങ്ങളെ കൂടെ കൂട്ടുന്നതിനും ആരും ഒരിക്കലും തയ്യാറാവില്ല എന്നതാണ് ചാണക്യൻ പറയുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന വഴക്കുകളും അല്ലെങ്കിൽ പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ചും ഒന്നും മറ്റാരോടും നമ്മൾ പങ്കുവെക്കുവാനും പാടുള്ളതല്ല. ഇത് വീണ്ടും പങ്കാളിക്ക് കൂടുതൽ അപമാനം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സംസാരങ്ങൾക്ക് വഴിയൊരുക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് ബലഹീനത. നിങ്ങളുടെ ബലഹീനത എന്താണെന്നും മറ്റൊരാളോട് പറയുവാൻ പാടില്ല. അതായത് നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ വികാരത്തിന് അടിമയാക്കാൻ കഴിയുന്ന എന്താണ് വീക്ക് പോയിൻ്റ് എന്ന് പറയില്ലേ, അത് എന്താണ് നമ്മൾക്കുള്ളത് എന്നത് മറ്റൊരാളോട് പറയാൻ പാടില്ല. ഇങ്ങനെ രഹസ്യമായി പറയുമ്പോൾ ആ ഒരു രഹസ്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ച് അതുപയോഗിച്ച് നമ്മളെ പല രീതിയിൽ ബലഹീനനാക്കാനായി മറ്റുള്ളവർ ശ്രമിക്കുന്നതാണ്. കുടുംബത്തിലുണ്ടാകുന്ന രഹസ്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിയുമായി പറയുവാനോ ഷെയർ ചെയ്യാനോ പാടില്ല. ചിലർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളോട് പ്രവർത്തിച്ച് നമ്മൾക്ക് നാശം ഉണ്ടാക്കുന്നതിനായി വഴിയൊരുക്കും. അതേപോലെ തന്നെ ഒരിക്കലും നമ്മുടെ ദുഃഖം പൂർണ്ണമായും മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ തുനിയരുത്. കാരണം ഇത് ചിലരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. അതായത് നമ്മളുടെ ദുഃഖം നമുക്ക് മാത്രമായിരിക്കും ദുഃഖമായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഒരു നേരം പോക്ക് അല്ലെങ്കിൽ ഒരു തമാശയായി കേട്ട് കളയാവുന്ന ഒരു കഥ പോലെ അവർ ചിരിച്ചു തള്ളും. അതുകൊണ്ട് നമ്മളുടെ ബലഹീനതകൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രൈവസി, നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ മറ്റൊരാളുമായി എത്ര അടുത്ത ബന്ധുവാണെങ്കിലും സുഹൃത്തായാലും ആരുമായും ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പങ്കിടാനായി പോകാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ വാസ്തവമായി പറയുവാനുള്ളത്.